الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات نحمده ونستعينه ونؤمن به. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرعون بالحسنة السيئة أولئك لهم عقبى الدار. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം സന്തോഷത്തോടെ, യാതൊരു പ്രയാസങ്ങളില്ലാതെ ആനന്ദം മാത്രം അനുഭവിക്കുന്ന വിധം നമ്മുടെ വീടുകളിൽ നമുക്ക് കഴിയാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട്? ആർക്കും രോഗമില്ല, ആർക്കും പ്രയാസങ്ങളില്ല, ആരും നമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല. എന്നും എപ്പോഴും പരസ്പര സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടുക. എന്നാൽ ദുനിയാവിന്റെ പ്രകൃതിയിൽ അത് സാധ്യമല്ല. ഈ ദുനിയാവിൽ അത് സാധ്യമല്ല. കാരണം ദുനിയാവിൽ ഒന്നിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ ഒരാളുടെ അഭാവം സംഭവിക്കാം. ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാം, നമ്മിൽ നിന്ന് വിട്ടുമാറാം. അല്ലെങ്കിൽ ഒരാൾക്ക് രോഗം വരാം, അല്ലെങ്കിൽ ഒരാൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകാം. ദുനിയാവിന്റെ പ്രകൃതി അതാണ്. അപ്പോൾ ഒരു നഷ്ടബോധത്തോടെ നമ്മൾ അതിനെ കാണുന്നത്. ആഗ്രഹിക്കുന്നില്ലേ മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, സന്തതികളോടൊപ്പം യാതൊരു പ്രയാസമില്ലാതെ, ആർക്കും രോഗമില്ലാതെ, ഭയപ്പാടില്ലാതെ, ദുഃഖങ്ങളില്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുക എന്നൊരു സന്ദർഭത്തെ കുറിച്ച് മോഹിക്കാത്തവരാരാണ്? ആഗ്രഹിക്കാത്തവരാരാണ്? റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറയുന്നു, ആഗ്രഹം തെറ്റല്ല, ശരിയായ ആഗ്രഹമാണ്, നടക്കും. അത് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു, വല്ലദീന സബറൂ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചവരാരാണോ, നമസ്കാരം കൃത്യമായി നിർവഹിച്ചവരാരാണോ, അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരാരാണോ, അവിടെ നിർത്തിയില്ല.
തിന്മയെ നന്മ കൊണ്ട് തടുക്കുന്നത് ആരാണോ ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്കാണ് അന്തിമ ഭവനമുള്ളത്. ശാശ്വതമായ ജീവിതത്തിൽ, പരലോക ജീവിതത്തിൽ സുഖശീതളമായ അന്തിമ ഭവനമുള്ളത് ഈ ഗുണങ്ങളുള്ളവരാണ്. അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കുമ്പോ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചതിന്റെ പേരിൽ ബഹിഷ്കരണങ്ങൾ അനുഭവിച്ചപ്പോ ക്ഷമ കൈക്കൊണ്ടു അവർ. മാത്രമല്ല, ധാരാളം ആളുകൾ നമസ്കരിക്കാതെ നടക്കുമ്പോ കൃത്യമായി അല്ലാഹുവിന് നിർബന്ധമായും മുസ്ലിമിന്റെ ആദ്യത്തെ ബാധ്യത എന്ന നിലയിൽ നമസ്കാരത്തെ കൃത്യമായി, അത് ആർക്ക് വേണ്ടിയല്ല, ഒരാളുടെ പ്രേരണക്ക് വശപ്പെട്ടതല്ല, എനിക്ക് വേണ്ടി ഞാൻ വന്ന് നമസ്കരിക്കുകയാണ്. 5 നേരം ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ഒരു മൗലവിക്ക് വേണ്ടിയല്ല, വീട്ടിലെ മാതാപിതാക്കളുടെ ശകാരം ഭയപ്പെട്ടുകൊണ്ടല്ല, എന്റെ ആവശ്യമായി, എന്റെ രക്ഷയായി കരുതി സന്തോഷത്തോടെ ആനന്ദത്തോടെ 5 നേരം ഇഖാമത്തുസ്സലാം അതുപോലെ തന്നെ രഹസ്യമായി ചെലവഴിക്കേണ്ടിടത്ത് രഹസ്യമായി ചെലവഴിക്കുകയും പരസ്യമായി ചെലവഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, പരസ്യമായി ചെയ്യേണ്ടി വരുമ്പോൾ പരസ്യമായി ചെലവഴിക്കുന്ന ആളുകൾ അതും സന്തോഷത്തോടെ ആവണം. സന്തോഷത്തോടെ. കാരണം അല്ലാഹ് മുനാഫിക്കുകളെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അവര് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ വലിയ വെറുപ്പോടുകൂടി നിവൃത്തിയില്ലാണ്ട് കൊടുക്കുന്നതാവും. വെറുപ്പായിരിക്കും. അള്ളാന്റെ മാർഗത്തിൽ ഒരു 100 രൂപ ചെലവാക്കുമ്പോ അങ്ങേറ്റത്തെ വെറുപ്പോടുകൂടിയായിരിക്കും അവർ ചെലവാക്കുക. അത് മുനാഫിക്കാണ്. മോമിൻ ആനന്ദത്തോടെയാണ്, എന്റെ റബ്ബിനുള്ള കടമാണിത്. കടമായാൽ ഒരു ഗുണമുണ്ടല്ലോ, തിരിച്ചു കിട്ടുന്നതാണ് കടം. അള്ളാഹുവിന് നല്ല വിധത്തിൽ കടം കൊടുക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് എന്നുള്ള ചോദിക്കുന്നു. കടമായതുകൊണ്ട് എന്താ ഗുണം? തിരിച്ചു കിട്ടും. അതെങ്ങനെ തിരിച്ചു കിട്ടും? ഇരട്ടി ഇരട്ടി ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു തരാം. അപ്പൊ കടം കൊടുക്കുമെന്തിനാ പേടിക്കുന്നത്? തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള കടം കൊടുക്കാൻ എന്താണ്? വെറുതെ കൊടുക്കല്ല. അള്ളാഹ്ക്ക് വെറുതെ കൊടുക്കല്ല, എത്രയോ ഇരട്ടി. സാധാരണ ഒന്നാമത്തെ അതിന്റെ ഇത് തുടങ്ങുന്നത്, ദറജ തുടങ്ങുന്നത് 10 ഇരട്ടിയാണ്. 10 ഇരട്ടിയായിട്ടാണ് തിരിച്ചു തരാം. അത് 700ഓളം ഇരട്ടി, അതിനപ്പുറം അള്ളാഹ് ഉദ്ദേശിച്ചത്ര ഇരട്ടിയിൽ തിരിച്ചു തരാമെന്നുള്ള ഉറപ്പിൽ. അപ്പൊ നഷ്ടപ്പെടുന്നില്ല. രഹസ്യമായി ഇപ്പൊ നമ്മളൊരു സഹോദരനെ സഹായിക്കുകയാണ്. ആ സഹോദരന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി. അതിപ്പോ ആരെ അറിയിക്കേണ്ട കാര്യമില്ല. അതിനൊരു അധ്യക്ഷനും ഉദ്ഘാടകനും വേണ്ട, നോട്ടീസും വേണ്ട, മൈക്കും വേണ്ട. അതേസമയം പൊതുവായ കാര്യങ്ങൾക്ക് നമ്മുടെ നേതൃത്വം ആവശ്യപ്പെടുകയാണ്, ഇന്ന കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യണം. അപ്പൊ ഒരു സംഘത്തോട് പറയുമ്പോ ആ സംഘത്തിലുള്ളവർ കാണും. ഇത്തരം ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആവശ്യം സഹാബത്തിന്റെ മുന്നിൽ വെച്ചു. ഒരു സഹായം പരസ്യമായിട്ടാണ്. അപ്പോ ഒരു സഹാബി ഒരു പാത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വസ്തു കൊണ്ടുവന്നു. ഇതാ റസൂലേ. റസൂലിന്റെ മുഖം പ്രസന്നമായി. പരസ്യമായിട്ടാണ്, എല്ലാവരും ഇരിക്കുമ്പോ. എന്നിട്ട് റസൂൽ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഫലഹു അജ്റു ഫാഇലിഹാ. ആരെങ്കിലും ഒരു നല്ല ചര്യ നടപ്പാക്കിയ അത് കണ്ട് പിന്തുടരുന്നവരുടെ കൂലി കുറയാതെ ആദ്യം ചെയ്ത ആൾക്കുണ്ട്. മാതൃക കാണിച്ച ആൾ. നബി ഈ സദക്ക ചോദിച്ചപ്പോ ആദ്യം കൊണ്ടുവന്ന് കൊടുത്തില്ലേ, അയാൾക്ക് പിന്നെ കൊടുക്കുന്നവരുടെ കൂലി കൂടി ആദ്യത്തെ ആൾക്ക്. ഇതൊരു ബിദ്അത്ത് തുടങ്ങാനുള്ള ഹദീസല്ലട്ടാ. ഇസ്ലാമിൽ പുതിയൊരു സമ്പ്രദായം തുടങ്ങുന്നതിനുള്ള ഹദീസല്ല. ആ ഹദീസ് പറഞ്ഞ രംഗം ഇതാണ്. അതായത് ഒരു നന്മക്ക് വേണ്ടി റസൂലുള്ളാഹി ക്ഷണിച്ചു. ആദ്യം ഒരാൾ കൊണ്ടുവന്നു. അത് കണ്ടപ്പോ പലരും സഹായവുമായി വന്നു.
അപ്പൊ പറഞ്ഞതാണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കാനല്ല, സദക്ക ഉള്ളതല്ലേ, എത്രയോ കാലമായിട്ടുള്ളതല്ലേ. ഇസ്ലാമിൽ ഇല്ലാത്ത പുതിയൊരു ബിദ്അത്ത് തുടങ്ങുന്ന നടപടിക്രമല്ല ഈ പറഞ്ഞത്. അപ്പോ അവര് പരസ്യമായോ രഹസ്യമായോ ചെലവഴിക്കും. പിന്നുള്ളതാണ് ഏറ്റവും ഇത്തിരി കൂടി പ്രയാസം. ഒക്കെ പ്രയാസം ക്ഷമിക്കുക എന്നുള്ളതേ. നമ്മള് സമൂഹത്തിൽ നടമാടുന്ന ശിർക്ക് ബിദ്അത്തിനൊക്കെ വിരുദ്ധമായി തൗഹീദിൽ അടിയുറച്ചു നിന്ന് പ്രവാചകന്റെ ചര്യ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോ ഭൂരിപക്ഷ സമൂഹത്തിൽ നിന്ന് പലതരം എതിർപ്പുകൾ ഉണ്ടാവും. ക്ഷമിക്കാൻ പറ്റണം, കാരണം അള്ളാന്റെ പ്രതിഫലനം ആഗ്രഹിക്കുന്നത്. പിന്നെ കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളതാണ്. അതിന് നല്ല ക്ഷമ ആവശ്യമാണ്. ചില വിരുന്നൊക്കെ സമയം മാറ്റേണ്ടി വരും, കല്യാണത്തിന് പോക്കും സമയം മാറ്റേണ്ടി വരും. നിസ്കാരം മാറ്റി വെച്ചിട്ടാണ് നമ്മ കല്യാണം വരുന്നത്. ഈ നിസ്കാരം കൃത്യാക്കിയിട്ട് വിരുന്നിന് പോവുക, കല്യാണത്തിന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അതാണ് പ്രധാനം. അതുപോലെ രഹസ്യമായും അതിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യം അല്ലാഹു പറയുന്നു, നമ്മോടൊരാൾ തിന്മ ചെയ്യുമ്പോ നന്മ കൊണ്ട് അതിനെ തടുക്കുക, പകരം തിന്മല്ല. നമ്മ പകരം തിന്മയോ ഇരട്ടി തിന്മയോ ചെയ്യാൻ തോന്നുന്നു നമുക്ക് സ്വാഭാവികം അല്ല, ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയെ തടയുക. അവർക്കാണ് പരലോകത്തിലെ അന്തിമ ഭവനം. ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് കേൾക്കുക, ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളാണത്. യദ്ഖുലൂനഹാ, അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. ശ്രദ്ധിച്ചു കേട്ടോളൂ. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അതേപോലെ ശരിയായ തൗഹീദുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത മാതാപിതാക്കളും അവരോടൊപ്പം ആ സ്വർഗത്തിൽ പ്രവേശിക്കും. വഅസ്വാജുഹും, അതുപോലെ തന്നെ അവരുടെ ഇണകളും ആ സ്വർഗത്തിൽ പ്രവേശിക്കും. വഅസ്വാജിഹിം, ഇണകളെയും വദുരിയാതിഹിം, സന്തതികളെയും. പേരമക്കൾ മാത്രമല്ല, അല്ല സ്വന്തം മക്കൾ മാത്രമല്ല, പേരമക്കൾ അടക്കം അവരും സ്വർഗത്തിൽ പ്രവേശിക്കും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരടുത്തേക്ക് വരും. മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളുടെയും. സലാമുൻ അലൈക്കും, സലാം ചൊല്ലുക. റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗവാസികൾക്ക് സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ബിമാ സ്വബർതും, നിങ്ങൾ ദുനിയാവിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട്, അല്ലാഹുവിലും ആഖിറത്തിലും ദൃഢവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലാഹുവിനു വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട്, ദുനിയാവിലെ പല സൗകര്യങ്ങളും ഒഴിവാക്കി നിർത്തി ക്ഷമ അവലംബിച്ച് പരലോക രക്ഷയ്ക്ക് വേണ്ടി ദുനിയാവിലെ ചില സുഖങ്ങളൊക്കെ മാറ്റിവെച്ച്, അതിനാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ, പരലോക ഭവനം എത്ര വിശിഷ്ടമാകുന്നു. ദുനിയാവിലെ ഭവനവും പരലോക ഭവനവും വേർതിരിച്ച് മനസ്സിലാക്കണം. ഞാൻ തുടങ്ങിയത് ദുനിയാവിലെ വീടിനെ കുറിച്ചാ. ആഗ്രഹമുണ്ട്, നമുക്ക് നടക്കൂല. ഇടയ്ക്ക് ഒരാൾ മരിച്ചു, ഒരാൾക്ക് രോഗം വരും, ഒരാൾക്ക് വേറെ അന്യനാട്ടിൽ പോകേണ്ടി വരും. ഒക്കെ നമുക്ക് സമ്മർദ്ദവും വിഷമവും സങ്കടമൊക്കെ തന്നെ. നമുക്ക് പ്രിയപ്പെട്ടവര് മരിച്ചു പോകുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും. ഒരാൾക്ക് രോഗമാണെങ്കിൽ രോഗമില്ലാത്തവർ കൂടി വിഷമമാണത്. പക്ഷേ ഈ സ്വർഗലോകത്ത് ആരും വേദനിക്കുകയില്ല, ആർക്കും ദുഃഖമുണ്ടാവുകയില്ല, ആർക്കും ഭയപ്പാടുണ്ടാവുകയില്ല. അത് ആരൊക്കെ? മാതാപിതാക്കൾ, ഇണകൾ, ഭാര്യയും ഭർത്താവും മക്കളും. ദുര്യാത്തുന്ന ഉപയോഗിച്ചത് സന്തതികൾ, അവരുടെ മക്കളടക്കം എന്നും സന്തോഷത്തോടെ, രോഗങ്ങളില്ലാതെ, ഭയപ്പാടില്ലാതെ, പ്രയാസങ്ങളില്ലാതെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാവുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു ആ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് പണി ചെയ്യേണ്ടത് ഇവിടെയാണ്, അവിടെയാണ് ഇത്. പക്ഷേ അതിന്റെ പണിയെടുക്കേണ്ടത് ദുനിയാവിലാണ്. ആ പണിയെടുത്തവർക്കാണ് മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, സന്തതികളോടൊപ്പം എന്നെന്നും സ്വർഗത്തിൽ കഴിയാനുള്ള സൗഭാഗ്യം ഉണ്ടാവുക.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞല്ലോ, ദുനിയാവിലും ഇബ്രാഹിം നബിക്ക് നന്മ നൽകി. പരലോകത്തെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലുമാണ്. അദ്ദേഹത്തിന് ദുനിയാവിൽ നന്മ നൽകി. സമ്പന്നനായിരുന്നു ഇബ്രാഹിം നബി? അല്ല. കൊട്ടാരം പോലുള്ള വീടുണ്ടായിരുന്നു ഇബ്രാഹിം നബിക്ക്? ഇല്ല. അനുയായികളുടെ ആധിക്യം കൊണ്ട് നേതാവായിരുന്നു? ഇല്ല. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്നു ഇബ്രാഹിം നബിക്ക്? ഇല്ല. അള്ളാഹ് പറഞ്ഞ ദുനിയാവിൽ നന്മ ചെയ്തു. നമ്മൾ നന്മാന്ന് കേൾക്കുമ്പോ നല്ല സൗകര്യങ്ങള്, നല്ല സ്വാധീനങ്ങള്, അതിനെപ്പറ്റിയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ അള്ളാഹ് പറഞ്ഞു ഇബ്രാഹിം നബിക്ക് ദുനിയാവിൽ നന്മ ചെയ്തിട്ടുണ്ട്. എന്തെന്നറിയോ വിവരം? ഇണകൾ അതേ ആദർശം സ്വീകരിച്ചു. ഇബ്രാഹിം നബിയുടെ ഇണകൾ, അത് സാറയായാലും ഹാജറയായാലും, അവർ ഇബ്രാഹിം നബിയുടെ ആദർശത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ഇസ്ഹാഖും ഇസ്മായിലും ഇസ്ഹാഖും അതേ ആദർശം സ്വീകരിച്ചവരായിരുന്നു. അവരുടെ മക്കൾ അവരും അതേ ആദർശം സ്വീകരിച്ചവരായിരുന്നു. ഇസ്ഹാഖിന്റെ പുത്രൻ യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാമയുടെ മക്കൾ അവരൊക്കെയും സന്തതി പരമ്പരകൾ ഇതേ ആദർശം സ്വീകരിച്ചു. ശിർക്കിലേക്ക് പോയില്ല, ബിദ്അത്തുകളിലേക്ക് പോയില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മുന്നിലായിരുന്നു എന്ന് ഖുർആൻ ആവർത്തിക്കുന്നുമുണ്ട്. അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നമ്മുടെ ആദർശത്തിന്റെ ഒപ്പം നമ്മുടെ ഭാര്യ ഉണ്ടാവുക, മക്കളുണ്ടാവുക, പേരമക്കളുണ്ടാവുക, വാപ്പയമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് പണിയെടുക്കണം. അവരതറിഞ്ഞിട്ടില്ലെങ്കിൽ അതറിയിക്കാനുള്ള പണി നമ്മൾ എടുക്കണം. തുറന്ന് സംസാരിക്കണം. വാപ്പോടും മോടൊക്കെ എങ്ങനെ ഈ ആദർശം പറയാന്ന് ശങ്കിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വേറെ പുറത്തൊരാളെ ഏൽപ്പിക്കുന്നവരുണ്ട്. ഒരിക്കലും ഏൽപ്പിക്കരുത്. ആ മാതാപിതാക്കളോട് ഏറ്റവും ഇഷ്ടമുള്ളത് മോനല്ലേ. നമുക്ക് ഖുർആൻ എത്ര കേട്ടു, യാ അബത്തി, പ്രിയപ്പെട്ട വാപ്പ എന്ന് പറഞ്ഞല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത്? പ്രിയപ്പെട്ട വാപ്പ. അപ്പൊ ഉമ്മയോടും ഉപ്പോടും സംസാരിക്കേണ്ടത് മക്കളാണ്. കാരണം അവർക്കറിയാം എൻ്റെ മോനക്ക് ഞങ്ങളോട് അത്ര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യം എൻ്റെ മോൻ പറയില്ല. പൊന്നു വാപ്പാ, നമ്മൾ ഖുർആൻ പഠിച്ചില്ല, ഹദീസ് പഠിച്ചില്ല, അതുകൊണ്ട് പാരമ്പര്യമായ തെറ്റായ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാറങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, മന്ത്രവാദികളിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ പലതരം തെറ്റായ വിശ്വാസങ്ങൾ കാരണമായി നമ്മുടെ ദീൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വാപ്പാ, ഏകനായ റബ്ബിലേക്ക് വാ, ആ റബ്ബിൽ വിശ്വസിക്കൂ, ആ റബ്ബ് നിശ്ചയിക്കാത്ത ഒന്നും നമുക്ക് ബാധിക്കില്ല എന്ന് വാപ്പയോടും ഉമ്മയോടും ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഭാര്യയോട് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, മക്കളോട്, മക്കളെ, ഇന്നത്തെ ആധുനിക സമൂഹം ദീൻ വിരുദ്ധ രീതിയിലാണ്. മക്കൾ, നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. മക്കളെ, ഇവിടെ എങ്ങനെ ആർമാദിച്ചാലും ശേഷം നമുക്ക് മരണമുണ്ട്, പരലോക ജീവിതമുണ്ട്. അവിടെ രക്ഷപ്പെടാൻ നമസ്കാരത്തിൽ നീ കണിശത കാണിക്കണം, ദീനീ നിഷ്ഠ നീ പാലിക്കണം എന്ന് മക്കളോടും പേരമക്കളോടും പറയണം. ആ പണിയെടുക്കണം. ആ പണിയെടുക്കുന്നതിന്റെ ഫലമായിട്ടാണ്, ആ പണിയുടെ ഫലമായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, യാ ഇബാദ്, അല്ലയോ എന്റെ ദാസന്മാരേ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം. അല്ലാഹ് പറയാണ് സ്വർഗ്ഗവാസികളോട്, റബ്ബ് പറയാണ്, യാ ഇബാദ്, എന്റെ ദാസന്മാരേ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതുമില്ല. ആരാ? എന്താ കാര്യം? അല്ലദീന ആമനൂ ബി ആയാതിനാ, എന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട്. എന്താണ് ദുഃഖിക്കാനില്ലാത്ത, ഭയപ്പെടാനില്ലാത്ത, സ്വർഗം നേടാൻ കാരണം? അല്ലദീന ആമനൂ ബി ആയാതിനാ, നാം പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, ആയത്തുകൾ അവർക്ക് ഇറക്കി കൊടുത്തു, അതിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവര്. വക്കാനു മുസ്ലിമീൻ, മാത്രമല്ല അവര് മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. മാപ്പിളയായിരുന്നു എന്നല്ല അള്ളാഹ് പറഞ്ഞിട്ടാ, മാപ്പിളമാരായിരുന്നു എന്നല്ല പറഞ്ഞത്, മുസ്ലിം ആയിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ അവര് മാപ്പിളമാരല്ല.
അവർ മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. അപ്പോ അങ്ങനെ എന്നിട്ട് അവരോട് എന്താ പറഞ്ഞു? ഉദ്ഖുലുൽ ജന്നത, അല്ലാഹ് പറയാ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അന്തും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ആനന്ദതുല്യരായി സ്വർഗത്തിൽ എന്നെന്നും കഴിഞ്ഞുകൂടിക്കൊള്ളുക എന്ന് അള്ളാഹ് അവരോട് പറയുന്നു. അള്ളാഹിന്റെ ഖുർആനിലെ വചനം നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ടാ, നമ്മളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാ? ഖുർആനിലെ ആയത്തുകൾ നമുക്ക് അറിയണ്ടേ, പിന്നെ എങ്ങനെ വിശ്വസിക്കാം? ഖുർആൻ ഓതുന്നുണ്ട് എന്നല്ല ചോദിച്ച്, ഖുർആനിലെ ആയത്തുകളെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഓതാൻ പഠിച്ചവർക്കൊക്കെ മനപ്പാടാക്കിയവർക്ക് മനപ്പാടുണ്ട് ഓതാം, നോക്കി ഓതാൻ പറ്റുമവർക്ക് അങ്ങനെ ഓതാം. അതല്ല അള്ളാഹ് ചോദിക്കണത്, നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിക്കണമെങ്കിൽ അത് എന്തെന്ന് അറിയാണ്ട് എങ്ങനെ വിശ്വസിക്കാം? ആ ആയത്തിന്റെ ആശയം എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് വിശ്വസിക്കുക? ആയത്തിന്റെ പൊരുളറിയാതെ എന്ത് മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ ആ വചനങ്ങൾക്ക്? നീ ഓതിക്കൊണ്ടേയിരിക്കും, ഒരു മാറ്റവും നിന്റെ ജീവിതത്തിൽ ആ ഖുർആൻ ഉണ്ടാക്കുകയുമില്ല. തെറ്റായ നടപടികളിൽ നിന്ന് നീ ഒഴിവാവുകയും നന്മയിലേക്ക് മുന്നേറുകയും ചെയ്യാൻ അള്ളാഹുവിന്റെ കലാമിന് ശക്തിയുണ്ട്. അത് നീ ഓതിക്കൊണ്ടിരുന്നാൽ അത്ര കത്തം തീർത്താലും ഒരു മാറ്റവും നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടാക്കില്ല. അതെന്താണെന്നറിയാതെ, അതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ. അപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിച്ചതിനാൽ, മുസ്ലിമായി ജീവിച്ചതിനാൽ നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷതുല്യരായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ പറയപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മാതാപിതാക്കളെയും സന്തതികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. ആദ്യം പ്രാർത്ഥിക്കുക, എന്നിട്ട് മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളൊക്കെ ഈ നന്മയിലേക്ക് കൊണ്ടുവരിക. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, നാഥ ഞങ്ങളുടെ ഇണകളെയും സന്തതികളെയും ഖുർറത അയ്യുൻ, കണ്ണിന് കുളിർമ നൽകുന്ന വിധമാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ സന്തതികളെയും കണ്ണിന് കുളിർമ നൽകുന്ന വിധമാക്കി തരണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണേ. പലതവണ ഈ മിമ്പറിൽ നിന്ന് നിങ്ങൾ ഈ ആയത്ത് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? ആദ്യം പറഞ്ഞതിന്റെ ഷർത്താ രണ്ടാമത്തെ. നമ്മുടെ ഇണകളും മക്കളും കണ്ണിന് കുളിർമയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടാവണം, നമ്മൾ മുത്തഖീങ്ങളാവണം, നമ്മൾ മാതൃകയാവണം. ഭാര്യക്ക് മാതൃകയാവണം ഭർത്താവ്, അതുപോലെ തന്നെ എന്തു വേണം? മക്കൾക്ക് മാതൃകയാവണം മാതാപിതാക്കൾ. അങ്ങനെ മുത്തഖീങ്ങൾക്ക് മാതൃകയായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മിൽ നിന്നൊരു തെറ്റ് നമ്മുടെ മക്കൾ അറിയാൻ കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയത്, നമ്മുടെ വോയിസ് നഷ്ടപ്പെടും മക്കളെ ഉപദേശിക്കാൻ. വാപ്പിന്റെ തെറ്റൊക്കെ ചെയ്യുന്ന ആളെന്ന് മക്കളെ അറിഞ്ഞാലേ ആ മക്കളെ പിന്നെ ഉപദേശിക്കാൻ കഴിയില്ല. വാപ്പാക്ക് ഉപദേശിക്കാനുള്ള അർഹത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കണമേ. അള്ളാഹു നാം ഏവരെയും യഥാർത്ഥ മുസ്ലിങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: ഏകനായ റബ്ബിനെ അറിയുക, ആ റബ്ബിന്റെ കാരുണ്യം തിരിച്ചറിയുക, ആ റബ്ബിന്റെ നിശ്ചയമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കുക, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, ആ റബ്ബിനോട് മാത്രം സഹായത്തേട്ടം നടത്തുക. മറ്റൊരു ശക്തിയെ നമ്മൾ അവലംബിക്കില്ല. ഈ വിശ്വാസത്തിലേക്ക്
നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ മാതാപിതാക്കളെ കൊണ്ടുവരിക എന്നതാണ്. അള്ളാഹ് പറഞ്ഞല്ലോ അവര് മാതാപിതാക്കളോടൊപ്പം. സൂറത്ത് ഗാഫിറിൽ ഒരു രംഗം അള്ളാഹ് വർണ്ണിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അല്ലാഹുവിന്റെ അർശ് സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ, വമൻ ഹൗലഹു, അർശിന് ചുറ്റും അല്ലാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അർശ് ചുമക്കുന്ന മലക്കുകളും അർശിനെ വലയം ചെയ്തിട്ടുള്ള മലക്കുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അല്ലാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വയുമിനൂന ബിഹി, അവരും അല്ലാഹുവിൽ ദൃഢവിശ്വാസമുള്ളവരാണ്. ആ മലക്കുകളുടെ സ്വഭാവം പറഞ്ഞതാണ്. എല്ലാ മലക്കുകൾക്കും അവിടെ അടുക്കാൻ പറ്റില്ലട്ടാ. ഇത് മുഖറബുകളായ മലക്കാണ്. അള്ളാഹുവിന്റെ സിംഹാസനത്തെ വഹിക്കാൻ അള്ളാഹ് അനുമതി കൊടുത്ത, അള്ളാഹുവിന്റെ അർശിനെ വലയം ചെയ്ത് നിൽക്കാൻ റബ്ബിന്റെ അനുമതി കിട്ടിയ മുഖറബായ മലക്കുകൾ. എല്ലാ മലായിക്കത്തുകളും അതിൽ പെടില്ല. ആ മലക്കുകൾ എന്താ വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, തൗഹീദിലുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആ മലായിക്കത്തുകൾ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അതേ വിശ്വാസികൾ നമുക്ക് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അത്തഹിയ്യാത്തില് നമ്മൾ പറയല്ലേ, ഞങ്ങൾക്ക് റബ്ബിന്റെ രക്ഷ വേണം, സ്വാലിഹീങ്ങളായ മുഴുവൻ ആളുകൾക്കും വേണം. എനിക്ക് മാത്രമല്ല, എന്റെ പിന്നിൽ കൈകെട്ടിയവർക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങൾക്കും രക്ഷ നൽകണേ റബ്ബേ എന്ന് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നവരല്ലേ. നമ്മ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ നമുക്ക്. കൂടാതെ ഉത്തരം കിട്ടുന്ന ചോദ്യം മാത്രം ചോദിക്കുന്ന മലക്കുകൾ. നമ്മുടെ പ്രാർത്ഥന ഉറപ്പില്ല. ഉത്തരം ചെയ്യാം, അല്ലാഹ് ചെയ്യാതിരിക്കാം. നമ്മുടെ പ്രാർത്ഥനക്ക് അല്ലാഹ് ഉത്തരം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രം. പക്ഷേ ഈ മലക്കുകൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാലോ. അള്ളാഹിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ റബ്ബിൽ നിന്ന് മുൻകൂട്ടി അനുമതി കിട്ടിയവരാണിവർ. ആ മലക്കുകളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്, റബ്ബേ പുറത്തു കൊടുക്കണേ. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. ആ അർശ് ചുമക്കുന്ന അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്ത മലായിക്കത്തുകൾ പറയുന്നു, റബ്ബേ ഈ ആകാശഭൂമികളെക്കാൾ വിശാലമാണല്ലോ നിന്റെ കാരുണ്യം, നിന്റെ അറിവ് എല്ലാറ്റിനേക്കാളും ചൂട് നിൽക്കുന്നതാണ്. ഫഗ്ഫിർ ലില്ലദീന താബൂ. അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് പശ്ചാത്തപിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. വത്തബഉ സബീലക, നിന്റെ മാർഗം, നിന്റെ ഖുർആൻ വിവരിച്ചു തന്ന മാർഗം, നിന്റെ റസൂലുകൾ വിശദീകരിച്ച ആ മാർഗം പിൻപറ്റിയവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. വഖഹിം അദാബൽ ജഹീം. മലക്കുകൾ തേടുകയാണ് റബ്ബിനോട്, നരകശിക്ഷയിൽ നിന്ന് അവരെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. കഴിഞ്ഞില്ല, അടുത്ത റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും. നാഥ, ശാശ്വത സ്വർഗ്ഗലോകത്ത് അവരെ നീ പ്രവേശിപ്പിക്കണമേ. നീ തന്നെ അവരോട് വാഗ്ദാനം ചെയ്തതാണല്ലോ. നോക്കിയേ ബാക്കി വരുന്ന വമൻ സ്വലഹ മിൻ ആബാഇഹിം. അവരെ മാത്രമല്ല റബ്ബേ, അവരെ പോലെ ശരിയായ വിശ്വാസം സ്വീകരിച്ച, ശിർക്കും കുഫ്റും ഇല്ലാത്ത, തൗഹീദ് സ്വീകരിച്ച, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അവരുടെ മാതാപിതാക്കളെയും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅസ്വാജിഹിം. നേരത്തെ ആയത്തിൽ കേട്ട അതേ കാര്യം, നേരത്തെ കേട്ട ആയത്തിൽ അതേ വിഷയം. അവരുടെ ഇണകളെയും വദുരിയാതിഹിം, അവരുടെ സന്തതികളെയും. ഇന്നക അന്തൽ അസീസുൽ ഹകീം. റബ്ബേ നീ അജയ്യനാണല്ലോ, നീ യുക്തിജ്ഞനാണല്ലോ. സൂറത്ത് ഗാഫിറിലെ 7ഉം 8ഉം ആയത്താണിത്. നേരത്തെ കേട്ടത് റഅദിലെ ആയത്താണ്. രണ്ടും രണ്ടാണ് സംഭവം. അപ്പോ നമ്മുടെ ഇത് അഡീഷണൽ ആയിട്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് മലക്കുകളുടെ പ്രാർത്ഥന. അതിനുവേണ്ടി മലക്കുകളോട് നമ്മൊന്നും ചോദിക്കണ്ടട്ടാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് മലക്കുകൾ അപകടത്തിൽപ്പെട്ടായിരുന്നു.
മലക്കുകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇങ്ങനെ ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് മലക്കുകളോട് ചോദിക്കാന്ന് വെച്ചാലോ, നമ്മളും മലക്കുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അത് അവിടുന്ന് അള്ളായിട്ടുള്ള വിഷയം. ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് തരുന്നതാ അള്ളാഹ്. തൗഹീദിൽ അടിയുറച്ച് നിന്നാൽ ചാഞ്ചല്യം ഉണ്ടാവരുത്. ശിർക്കാണെന്ന് സംശയിക്കുന്നതിന്റെ കൂടെയും പോകരുത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാര്യം ശിർക്കാണെന്ന് ഒരു വിഭാഗം, മറ്റൊരു പറഞ്ഞു ശിർക്കല്ല. അപ്പൊ തർക്കമല്ല, ശിർക്കാണോ ആണെങ്കിൽ അപകടമാണല്ലോ, അതും ഉപേക്ഷിച്ചങ്ങട് പ്രശ്നമില്ല. സംശയമുള്ളത് അങ്ങോട്ട് ഉപേക്ഷിക്കുക. ശിർക്കാണോ അല്ലേ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളെയും ഉപേക്ഷിക്കുക. കാരണം തൗഹീദിലുള്ളവർക്ക് ഈ പ്രാർത്ഥന കിട്ടൂ. മലക്കളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ അവൻ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും പരിപൂർണ മുക്തനായിരിക്കണം എന്നതുകൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോഴുള്ള ഗുണമെന്താ? ഞാനാ വിശ്വാസക്കാരനാന്ന് പറഞ്ഞിട്ട് നമ്മ അങ്ങനെ ഒറ്റക്ക് കിടക്കുക. എനിക്ക് ശിർക്കില്ല, കുഫറില്ല, ഞാൻ മുഅ്മിനാണ്, തൗഹീദാണ് ഉണ്ടെങ്കിൽ തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി കൂടെ ഒന്നിച്ചു കൂടും. ഉറപ്പാണ്, ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു സംഘം തൗഹീദിന്റെ പ്രചരണത്തിന് ഇവിടെ ഉണ്ടെങ്കിൽ, ശിർക്കിനെതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതേ വിശ്വാസവും ആദർശവും എനിക്കുണ്ടെങ്കിൽ അതിനെ പിന്തുണക്കുക എന്നത് അതിന്റെ സ്വാഭാവിക രീതിയാണ്. കാരണം മുഅ്മിനീങ്ങൾ ബഹുവചനമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങൾ പരസ്പരം സഹായികളാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം മിത്രങ്ങളാണ്, അവർ നന്മ കൽപ്പിക്കും, തിന്മ വിലക്കും. അല്ലാഹ് പറഞ്ഞതാ, മുഅ്മിനീങ്ങൾ പരസ്പരം മിത്രങ്ങളാണ്. എന്താ കാര്യം എന്നറിയോ? നന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ വിലക്കും. ഏറ്റവും വലിയ നന്മയാണ് തൗഹീദ്, നമുക്കറിയാലോ. ഏറ്റവും വലിയ തിന്മയാണ് ശിർക്ക് എന്നറിയാലോ. അപ്പൊ കൽപ്പിക്കുമ്പോ തൗഹീദായിരിക്കുമല്ലോ ആദ്യം കൽപ്പിക്കുക, വിലക്കുമ്പോ ആദ്യം വിലക്ക ശിർക്കായിരിക്കുമല്ലോ. അതിൽ അവര് ഒന്നിച്ചു കൂടും. അങ്ങനെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഇപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ പള്ളിയിൽ ഇരിക്കുക, വളരെ നിർണായകമായ സമയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയം. ഇപ്പോ നിങ്ങൾ താഴത്താണ്, ഞാൻ മിമ്പറിലാണ്. ഈ സമയം അള്ളാഹുവിന്റെ അടുക്കൽ നിർണായകമായ സമയമാണ്. ഇവിടെ വെച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കൂ, ശിർക്കിന്റെയും കുഫറിന്റെയും അംശമുള്ള കാര്യത്തിലേക്ക് പോലും ഞാൻ പോകില്ല. തൗഹീദ് എന്ന് ഉറപ്പുള്ള വിഷയത്തിൽ അതിന്റെ പ്രചരണത്തിന് വേണ്ടി, ശിർക്കിന്റെ വിഭാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നിച്ചു നിൽക്കും. എന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അത് ചെലവഴിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുക. അതുവഴി നമ്മൾ പരലോകത്തെ രക്ഷ ഉറപ്പുവരുത്തുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിഷയത്തിൽ നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.